ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോഴ്സിൻ്റെ അർബാനി എന്ന വാഹനത്തെ പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്ന കമ്പനിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ട്രാവലർ ആ ഒരൊറ്റ പേരിൽ തന്നെയാണ് ഫോഴ്സ് എന്ന് പറയുന്ന കമ്പനി ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യയിൽ അറിയപ്പെടുന്നത്. കാര്യം ടെമ്പോ ട്രാവലർ എന്ന് പറയുമ്പോൾ ഒരു ഫോറിനേഴ്സിനായാലും അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യൻസിനായാലും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കും പ്രീമിയവും ക്വാളിറ്റിയും ഒക്കെ തരുന്ന ഒരു വാഹനമായിരുന്നു നമ്മുടെ ഫോഴ്സിൻ്റെ ട്രാവലർ എന്ന് പറയുന്നത്. സോ അതേ ഫോഴ്സ് കമ്പനി തന്നെ അവരുടെ പ്രീമിയം ലക്ഷറി സെഗ്മെൻറ്റിലേക്ക് കൊണ്ടുവന്ന ഒരു പുതിയ വാഹനമാണ് നമ്മുടെ ഫോഴ്സിൻ്റെ അർബാനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഹനം ആദ്യം കാണുന്ന സമയത്ത് പലർക്കും തോന്നിയിട്ടുണ്ട് ഇത് ഏത് വാഹനമാണ്, ഇത് ഏത് കമ്പനിയാണെന്ന്. കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാന കാര്യം ഈ ഫ്രണ്ടിൽ അടിച്ചിരിക്കുന്ന ബാഡ്ജിങ് തന്നെയാണ്. സാധാരണ നമ്മുടെ വാഹനത്തിൻ്റെ ഏത് കമ്പനിയാണെന്നുള്ള ലോഗോയോ അല്ലെങ്കിൽ അതിൻ്റെ പേരായിരിക്കും ഫ്രണ്ടിൽ അടിക്കുന്നത്. പക്ഷേ ഇതിൽ വന്നിട്ട് അർബാനി എന്ന് പറയുന്ന വാഹനത്തിൻ്റെ പേര് തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ഗ്രില്ലിൽ അവർ ബാഡ്ജ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഫോഴ്സ് അർബാനിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഫോഴ്സ് അർബാനിയ, ഈ ഫോഴ്സ് അർബാനിയയും ബെൻസുമായിട്ടുള്ള ഒരു മെയിൻ റിലേഷൻ എന്ന് പറഞ്ഞാൽ ബെൻസിൻ്റെ സ്പ്രിൻറ്റർ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. പുറം രാജ്യത്താണ്, ഇവിടെ ഇല്ല. ഇവിടെ ഇറക്കുമതി ചെയ്യാൻ പറ്റും, പക്ഷേ പുറം രാജ്യത്താണ് ആ വാഹനം കൂടുതലുള്ളത്. അപ്പോൾ ആ സ്പ്രിൻറ്ററിൻ്റെ അതേ ഡിസൈനിനെ അവർ ആസ്പദമാക്കി ഏകദേശം അതുമായിട്ട്, അല്ലെങ്കിൽ അതിനെ റീബാഡ്ജ് എന്ന് പറയാൻ പറ്റത്തില്ല, പകരം അതുമായിട്ടുള്ള ഡിസൈനിൻ്റെ സാമ്യത്തിലാണ് ഈ ഒരു ഫോഴ്സ് അർബാനിയ ഇറങ്ങിയിരിക്കുന്നത്. മെർസിഡീസ് ബെൻസിൻ്റെ സ്പ്രിൻറ്റർ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ അതേ ഡിസൈനിൽ തന്നെയാണ് ഫോഴ്സിൻ്റെ അർബാനി ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ രണ്ടാമതുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിൻ, ഇപ്പോൾ ഫോഴ്സിൻ്റെ പല വാഹനങ്ങളിലും ഉപയോഗിക്കുന്ന എഞ്ചിൻ മെർസിഡീസ് ബെൻസിൻ്റെ തന്നെയാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെർസിഡീസ് ബെൻസിൻ്റെ FM 2.6R ED എഞ്ചിനാണ്. ഇതൊരു 2.6 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുമ്പോൾ 115 HP പവറും 350 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊരു മാനുവൽ ട്രാൻസ്മിഷനാണ്, ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ട്രാൻസ്മിഷൻ വാഹനമാണ്. ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. സോ ഗിയർ ബോക്സ് ഒരു 5+6 എന്ന് പറയുമ്പോൾ നമ്മൾ 5 ഫോർവേഡ് ഗിയറും ഒരു റിവേഴ്സ് ഗിയറുമാണ് മാനുവലി ഈ വാഹനത്തിന് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ആദ്യം ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ലൊരു, ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ തന്നെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ആയിരിക്കും. ഇതിൻ്റെ ഈ ഒരു ലുക്കും സൈഡ് വേസും എല്ലാം ബാക്ക് പോർഷനെക്കാട്ടി ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ വരുന്നത് ഫ്രണ്ട് പോർഷൻ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഇതിന് പറയുന്നത് ഒരു ബുൾ ടൈപ്പ് ഒരു കൺസ്ട്രക്ഷൻ, ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ബീസ്റ്റ് ലെവലിൽ അത്യാവശ്യം നല്ല വലിപ്പമേറിയ ഒരു ഫ്രണ്ട് പോർഷനാണ് ഈ വാഹനത്തിൻ്റെ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രില്ലിൽ തന്നെ അർബാനിയ എന്നുള്ള ഒരു ബാഡ്ജിങ് ഇവിടെ അടിച്ചിട്ടുണ്ട്. മെർസിഡീസ് ബെൻസ് എന്നൊക്കെ നമ്മളല്ലാതെ ചുമ്മാ സ്റ്റിക്കർ അടിച്ചിരിക്കുന്നതാണ്, അതല്ല. അർബാനിയ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് വാഹനത്തിൻ്റെ പേര് തന്നെ നല്ല അടിപൊളിയായിട്ട് ഒരു ക്രോമിയം ഫിനിഷിങ്ങിൽ തന്നെ കമ്പനി ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുമല്ല ഇതിൻ്റെ ഫുൾ ബോഡി എന്ന് പറയാൻ ഫുൾ മെറ്റലാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോഡിയാണ് ഈ വാഹനത്തിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഹെഡ് ലാമ്പിൽ ആദ്യം ഇവിടെ ഒരു DRL ഓൾറെഡി, ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ലോ ബീം ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൊജക്ടർ ലാമ്പാണ്. ലോ ബീം എന്ന് പറയുമ്പോൾ പ്രൊജക്ടർ ലാമ്പും, എന്നാൽ ഹൈ ബീമിലോട്ട് വരുമ്പോൾ അതൊരു ഹാലോജൻ ബൾബുമാണ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളും, അത്യാവശ്യം എന്താ പറയുക, രാത്രി നമുക്ക് ജസ്റ്റ് ഹൈ ബീമൊക്കെ ഇടുമ്പോൾ റോഡ് ഫുൾ ആ ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ, നല്ല രീതിയിൽ വിസിബിൾ ഉള്ളൊരു ഹെഡ് ലാമ്പ് യൂണിറ്റ് തന്നെയാണ് നമ്മുടെ ഫോഴ്സ് അർബാനിയയിൽ വരുന്നത്. പിന്നെ ബമ്പർ സൈഡിലേക്ക്, ബമ്പർ മെറ്റലല്ല കൊടുത്തിരിക്കുന്നത്, ഒരു ഫൈബർ ടൈപ്പ് ഒരു മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ബമ്പറിൻ്റെ ഇങ്ങേറ്റമായിട്ട് ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഫോഗ് ലാമ്പിനെയാണ് കൊടുത്തിട്ടുണ്ട്. വലിയ പ്രയാസങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ചെറിയ കാര്യങ്ങൾ ഫ്രണ്ടിലുള്ളതും നമുക്ക് ഫോഗൊക്കെ കയറുന്ന സമയത്ത് അത്യാവശ്യം വിസിബിൾ ആയിട്ടുള്ള ഒരു ഫോഗ് ലാമ്പ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ, ഈ ഫൈബർ മെറ്റീരിയൽ, ഇത്രയും മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് ബമ്പർ ഒരു ഫൈബർ അയക്കാൻ കമ്പനി പറയുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇൻ കേസ് ചെറിയൊരു തട്ട് ഒരു ഒരു ആളെ ഈ വണ്ടി തട്ടിയാൽ പോലും ഈ ഒരു ബമ്പർ ഒരു ഫൈബർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇഞ്ചുറി കേൾക്കാതിരിക്കാൻ അതിനു വേണ്ടിയാണ് കമ്പനി ഇവിടെ ഒരു ഫൈബർ പോർഷൻ കൊണ്ടുവരുന്നത്.
സോ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഫുൾ. പിന്നെ അത്യാവശ്യം നല്ലൊരു ഗ്ലാസ്സാണ്. നമുക്ക് അത് അകത്ത് കയറുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. കാര്യം അകത്തുനിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂ കിട്ടുന്ന ഒരു വലിയ ഗ്ലാസ് തന്നെയാണ് കൊടുത്തിരുന്നത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് 2 വൈപ്പറും പിന്നെ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ആ കാരിയറൊക്കെ സെപ്പറേറ്റ് ആണ്. അതൊന്നും കമ്പനിയിൽ നിന്ന് വരുന്നില്ല, നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ പുറമേ നോക്കുമ്പോൾ അത്യാവശ്യം ഫ്രണ്ടിൽ നിന്ന് തന്നെ ഒരു ബീസ്റ്റ്, ഒരു മസ്കുലർ ടൈപ്പ് ലുക്ക് തന്നെയാണ് വാഹനത്തിന് ഓൾറൗണ്ട് കമ്പനി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ അർബാനയുടെ ഒരു ലെഫ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. ലെഫ്റ്റ് പോർഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇവിടെ ഒരു ഫിക്സഡ് ഗ്ലാസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും ഗ്ലാസ്സുകൾ മാത്രമേ നമുക്ക് തുറക്കാനും അടയ്ക്കാനും ഒക്കെ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ താഴ്ത്താനും ഉയർത്താനൊക്കെ പറ്റുള്ളൂ. ബാക്കി എല്ലാ ഗ്ലാസും ഫിക്സഡ് ആക്കിയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു അകത്തിരുന്ന് നോക്കുമ്പോഴും ഈ ഒരു ഫിക്സഡ് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ അകത്തിരുന്ന് നോക്കുമ്പോഴും നല്ല വ്യൂ ആണ്. അതുപോലെ തന്നെ പുറത്ത് ഒരു പ്രീമിയം ഫിനിഷിങ് വാഹനത്തിന് തോന്നുന്നുണ്ട്. ഇനി ട്രാവലറിൽ നിന്ന് ഈ വാഹനത്തിന് വരുന്ന പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ, ട്രാവലറിലേക്ക് ഒരു പാസഞ്ചറിന് ഉള്ളിലേക്ക് കയറണമായിരുന്നെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ഡ്രൈവർ സൈഡ് ഡോർ തുറന്നിട്ട് അകത്തെ സീറ്റ് ഫോൾഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് കയറാൻ പറ്റുമായിരുന്നുള്ളൂ. എന്നാൽ നേരെ അർബാനയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു കാര്യം കമ്പനി എടുത്ത് മാറ്റിയിട്ടാണ് ഇവിടെ ഒരു സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ലൈഡിങ് ഡോർ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സീറ്റ് ഫോൾഡ് ചെയ്യുന്ന ആ ഒരു ഇഷ്യൂ ഒഴിവാക്കാം. അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒരു തിരക്കുള്ള സ്ഥലമാണെങ്കിൽ പോലും നമ്മൾ സാധാരണ ഈ വാഹനം കൊണ്ട് നിർത്തണമെങ്കിൽ അവിടെ നിർത്തിക്കഴിഞ്ഞ് ഈ ഡോറ് തുറക്കാനുള്ള സ്പേസ് ഇട്ട് നിർത്തണമായിരുന്നു. എന്നാൽ ഇതൊരു സ്ലൈഡിങ് ഡോർ ആയതുകൊണ്ട് തന്നെ എത്രത്തോളം നമുക്ക് ഗ്യാപ്പ് കുറച്ചെടുക്കാമോ അത്രത്തോളം കുറച്ച് വണ്ടി നിർത്തി കൊടുക്കാം. അതുകൊണ്ട് അത്യാവശ്യം ഒതുക്കി തന്നെ ആൾ കയറ്റാനും ഇറക്കാനും സാധിക്കുകയും ചെയ്യും. അതാണ് ഈ സ്ലൈഡിംഗ് ഡോറിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം. അതുമാത്രമല്ല, അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു കാരവൻ സെറ്റപ്പ് ആ ഒരു പ്രീമിയം ലോഞ്ചിൽ, ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ, ഒരു ബോഡി നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അർബാനയുടെ ഒരു ബാക്ക് പോർഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ബാക്ക് പോർഷനിൽ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതൊരു നമ്മുടെ ട്രാവലറിൽ നിന്ന് ഈ വാഹനത്തിലേക്ക് വരുമ്പോഴുള്ള പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മുടെ ഡോർ ഹാൻഡിൽ തന്നെയാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ട്രാവലറിൽ ഇവിടെയായിരുന്നു ഡോർ ഹാൻഡിൽ വന്നത്. ഇത് വന്നപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡോറ്, ഈ ഡോറ് തുറന്നതിന് ശേഷം മാത്രമേ ഈ ഡോറ് തുറക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അടയ്ക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം. അല്ല എങ്കിൽ നമ്മൾ ഈ ഡോർ അടച്ചിട്ടാണ് ഇത് അടയ്ക്കുന്നതെങ്കിൽ ഈ ഡോർ വന്ന് ഇതിലടിച്ച് അത്യാവശ്യം സ്ക്രാച്ചും കാര്യങ്ങളും വീഴാനുള്ള നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ലാഡറും ഇതിൻ്റെ മുകളിലുള്ള നേരത്തെ പറഞ്ഞ കാരിയർ സെപ്പറേറ്റ് ചെയ്താണ്. ഇതൊന്നും കമ്പനിയിൽ നിന്ന് വരുന്നതല്ല. പക്ഷേ അത് ചെയ്യുമ്പോഴാണ് ഒരുപക്ഷെ വാഹനത്തിന് ഇത്തിരി ഹൈറ്റ് തോന്നിക്കുന്നത്. അല്ലാതെ ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ കാരിയറൊന്നും നമ്മൾ ട്രാവലർ കണ്ടവർക്ക് അറിയാം, ഒരു കാരിയറൊക്കെ വയ്ക്കുമ്പോഴാണ് വണ്ടിക്ക് അത്യാവശ്യം ഹൈറ്റ് തോന്നിക്കുന്നത്. അല്ലെങ്കിൽ വണ്ടി ഈ മുട്ട അടിച്ച പൊള്ളിയായിരിക്കും. പക്ഷേ ഈ ഒരു ലാഡറും എല്ലാം സെപ്പറേറ്റ് ചെയ്തതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ. പിന്നെ ബാക്കിൽ വരുമ്പോൾ ഈ ഒരു ലാമ്പ്, ഇത് പൂർണ്ണമായിട്ടും LED കൺസ്ട്രക്ഷൻ, LED ലാമ്പ്സ് ആണ്. LED ടെയിൽ ലാമ്പ് തന്നെയാണ് വരുന്നത്. അതിൽ പാർക്ക് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, പിന്നെ ബ്രേക്ക് ലൈറ്റ്, അങ്ങനെ അത്യാവശ്യം എല്ലാം കൂടെ LED കൺസ്ട്രക്ഷനിലാണ് വരുന്നത്. പിന്നെ ഈ ഒരു ബാക്ക് പോർഷൻ വലിയ കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെയൊക്കെ ഒരു ഡോർ ടൈപ്പ് കൺസ്ട്രക്ഷൻ, അങ്ങനത്തെ ഒരു ഫിനിഷിങ്ങിലാണ് ഇത് കൊണ്ട്. പക്ഷേ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു പോർഷനെക്കാട്ടി എപ്പോഴും ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനും 2 സൈഡ് പോർഷനും തന്നെയാണ്. ഇത് എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്നൊന്നും അറിയില്ല. ചില അഭിപ്രായങ്ങൾ പറയും, ബാക്ക് പോർഷൻ മാത്രം അവർ കൊണ്ട് കുളവാക്കിയെന്നൊക്കെ ചില അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പക്ഷേ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ കൊണ്ട് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ ഫ്രണ്ടിൽ പറഞ്ഞ പോലത്തെ അതേ ഒരു മെറ്റീരിയൽ തന്നെയാണ് ബാക്കിലെ ബമ്പറും വരുന്നത്. പിന്നെ ബാക്കിൽ വരുമ്പോൾ ഇവിടെ ഒരു റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 സെൻസേഴ്സും വരുന്നുണ്ട്. സോ ഇതിൻ്റെയൊക്കെ ഓൾറെഡി ഇൻബിൽഡായിട്ട് തന്നെ ഇതിലൊരു ടച്ച് സ്ക്രീൻ സിസ്റ്റവും നമ്മുടെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഓൾറെഡി വണ്ടിക്കകത്ത് കമ്പനിയിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലാണ് ഇതിൻ്റെ കണക്ഷൻ എല്ലാം കൊടുക്കുന്നത്. സോ നമുക്ക് റിവേഴ്സ് എടുക്കാനായാലും അത്യാവശ്യം എവിടെയെങ്കിലും പോയി നമുക്ക് ഒറ്റയ്ക്ക് പെട്ടുപോയാലും വേറൊരാളെ ഹെൽപ്പില്ലാതെ നമുക്ക് ഈ വാഹനം ഒതുക്കാനും കാര്യത്തിനൊക്കെ പറ്റും. പിന്നെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഒരു റൈറ്റ് സൈഡ് പോർഷൻ വരുന്നത്. നമ്മൾ ലെഫ്റ്റ് സൈഡ് പറഞ്ഞ പോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഏറെക്കുറെ സെയിം ആണ്. ആകെ ഉള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ലൈഡിംഗ് ഡോറില്ല, ഇവിടെ പൂർണ്ണമായിട്ട് അത് അടച്ചിരിക്കുകയാണ്. അവിടെ ഒറ്റ സ്ലൈഡിംഗ് ഡോർ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ വാഹനത്തിൻ്റെ വീൽ എന്ന് പറഞ്ഞാൽ ഇതൊരു 16 സൈസ് വീലാണ് ഈ വാഹനത്തിൻ്റെ കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇതൊരു റേഡിയൽ ടയറാണ്, 16 സൈസാണ് ഈ ടയർ സൈസ് വരുന്നത്. അതുമാത്രമല്ല ഇത് ട്യൂബ്ലെസ് ടയേഴ്സും കൂടെയാണ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു റൈറ്റ് സൈഡ് വ്യൂവും കൂടെ. അത്യാവശ്യം നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഇത് ബെനിഫിറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ പുറമേ കാണുന്ന ലുക്കിനെയും കാട്ട് അകത്തിരിക്കുന്നവർക്ക് നമ്മൾ ഈ തിയേറ്ററിൽ ഇരുന്ന ഒരു സിനിമ കാണുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ഇരുന്ന് നമ്മൾ
കാണുന്ന പോലെ അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂ ഒക്കെ കണ്ട് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഒരു കസ്റ്റമറിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഒരു അട്രാക്ഷനാണ് ഈ വാഹനത്തിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, അത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു തവണയെങ്കിലും ഈ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു കംഫർട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ആ ഒരു കംഫർട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ എന്താണ് ട്രാവലറിൽ നിന്ന് നിങ്ങൾ ഇതിലോട്ട് വരുമ്പോൾ മാറ്റം ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രാവലർ എടുക്കുന്നത് കുറവായിരിക്കും. ഒരു ട്രിപ്പ് പോകുമ്പോഴും ഫസ്റ്റ് നിങ്ങളുടെ ഓപ്ഷനിൽ വരുന്നത് നമുക്ക് എന്തുകൊണ്ട് അർബാനിയയിൽ പൊക്കൂടാ എന്ന് തന്നെയായിരിക്കും ഇതിൽ വരുന്ന പ്രധാനമായിട്ടുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ, ഈ ഒരു വാഹനം കൊണ്ട് നിങ്ങൾക്ക് വരുന്ന ഒരു മാറ്റം. അപ്പോൾ ഇതാണ് നമ്മുടെ അർബാനിയയുടെ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത്, നമ്മുടെ സൈഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഈ സൈഡ് ഗ്ലാസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഓൾറെഡി 2 ഗ്ലാസ്സാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഒരു മെയിൻ ഗ്ലാസ്, മുകളിലെ മെയിൻ ഗ്ലാസും തൊട്ട് താഴെയായിട്ട് ഒരു വൈഡ് ആയിട്ടുള്ള ഗ്ലാസ്. അപ്പോൾ മെയിൻ ഗ്ലാസ് അത്യാവശ്യം നല്ല വിസിബിളാണ്, നല്ല ഏരിയ, ഈ വാഹനത്തിൻ്റെ ഫുൾ ഏരിയ നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലാണ് ആ ഒരു മെയിൻ ഗ്ലാസ് ഉള്ളത്. തൊട്ട് താഴെ ആ വൈറ്റ് ഗ്ലാസിൻ്റെ ഒരു യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇപ്പോൾ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഗ്ലാസ് ഒക്കെ അടച്ചിട്ടാണ് വാഹനം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് മുന്നോട്ട് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എടുക്കുന്ന സമയത്ത് ആ ഒരു വൈറ്റ് ഗ്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ ആ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഏത് വാഹനം വന്നാലും ഈ വണ്ടി മെയിൻ റോഡ് കയറുന്നവരെ അത്യാവശ്യം നല്ല വിസിബിലിറ്റി തന്നെ ഏതൊരു വാഹനം, ഏതൊരു സൈക്കിൾ വന്നാൽ പോലും അറിയുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു സൈഡ് ഗ്ലാസ്, ആ ഒരു വൈറ്റ് ഗ്ലാസ് ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ഗ്ലാസിൻ്റെ സെക്ഷൻ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആ ഗ്ലാസിനോട് ചേർന്ന് തന്നെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഒരു സിഗ്നൽ, ഒരു ലാമ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ വാഹനത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ വാഹനം നമ്മൾ എവിടെയെങ്കിലും വെച്ച് വാഹനം റൈറ്റിനോ ലെഫ്റ്റിലോ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും എല്ലാം ഗ്ലാസ്സിൽ ഉൾപ്പെടെ നമുക്ക് അതെന്ന് പറഞ്ഞാൽ 4 ചുറ്റിലും ആര് നിന്നാലും അല്ലെങ്കിൽ ഏത് സൈഡിൽ കൂടെ ആൾക്കാർ വന്നാലും അവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ലാമ്പിൻ്റെ കൺസ്ട്രക്ഷനും, ഈ നമ്മുടെ ഇൻഡിക്കേറ്റർ ലാമ്പിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ടയർ സൈസ് പറഞ്ഞതുപോലെ തന്നെ അടുത്ത് പറയുന്നത് ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. അതൊന്ന് പാരബോളിക് ലീഫ് സ്പ്രിംഗ് ആണ് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ സിസ്റ്റം വരുന്നത്. പിന്നെ ടയേഴ്സിൽ നേരത്തെ പറഞ്ഞ പോലെ 16 സൈസാണ് ഇതിൻ്റെ, 16 സൈസ് റേഡിയൽ ടയേഴ്സാണ് ഈ വാഹനത്തിൽ വരുന്നത്. സോ ഈ ഒരു 16 സൈസ് ടയറിൽ ഇത്രയും വലിയ വാഹനം എത്രത്തോളം കംഫർട്ടാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കംഫർട്ടാണ്. കാര്യം ടയറിൻ്റെ സൈസ് അത്യാവശ്യം, നമ്മൾ ട്രാവലറിലും മുന്നേ 15 സൈസായിരുന്നു, ഇപ്പോൾ 16 സൈസാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സൈസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി വാഹനത്തിന്. ഇപ്പോൾ ഏത് ഗട്ടറിൽ ഇറങ്ങിയാലും എത്രത്തോളം വണ്ടി റോൾ ചെയ്താൽ പോലും എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊരു കോർണറൊക്കെ എടുക്കുന്ന സമയത്ത് പോലും വാഹനം നമ്മുടെ കൺട്രോൾ, നമ്മൾ സ്റ്റേബിളായിട്ട് നിൽക്കാൻ ഈ ടയർ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഫോഴ്സിൻ്റെ വാഹനത്തിന്, ട്രാവലർ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ മെയിൻ പോരായ്മയായിരുന്നു ബ്രേക്കിംഗ് സിസ്റ്റം. സോ ഈ വാഹനത്തിൽ വന്നിരിക്കുന്നതും അതേപോലെ ഒരു ഹൈഡ്രോളിക് വാക്യൂം അസിസ്റ്റഡ് പവർ ബ്രേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിന് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4 വീലും ഡിസ്ക് ബ്രേക്കാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ട്രാവലർ ഞാൻ ഓടിച്ചത് വെച്ച് ട്രാവലറിൻ്റെ പോലെ ഒരു ബ്രേക്കിംഗ് ഫെയിലിയർ ഈ വാഹനത്തിന് വരുന്നില്ല, അത്രത്തോളം വരുന്നില്ല. ഹൈ റേഞ്ചിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഹൈ റേഞ്ചിലായിരുന്നു മുന്നേ ഒരു കാലത്ത് തിരുപ്പതിയിലൊന്നും ട്രാവലർ ബാൻ ചെയ്തിട്ടുണ്ട്. തിരുപ്പതിയിൽ ട്രാവലർ മുകളിലോട്ട് കയറ്റി വിടത്തില്ലായിരുന്നു. അതിൻ്റെ പ്രധാന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ഫെയിലിയർ തന്നെയായിരുന്നു. പക്ഷേ ഇന്നത്തെ കേസിൽ ഇപ്പോൾ നമ്മൾ ഹൈ റേഞ്ച് ഇറങ്ങുമ്പോഴും പലരും അറിഞ്ഞുകൂടാതെ തന്നെ ട്രാവലർ ഗിയർ, നമ്മളെ എൻജിൻ ബ്രേക്കിൽ ഇറങ്ങുന്നത്, അതായത് ഗിയർ ഡൗൺ ചെയ്ത് ഇറങ്ങാതെ ബ്രേക്ക് ചവിട്ടി ഇറങ്ങുന്നത്, അത്രത്തോളം ഡേഞ്ചറാണ് ട്രാവലറിലെ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ അറിയാവുന്നവരാരും അങ്ങനെ ബ്രേക്ക് ചവിട്ടി ഇറങ്ങത്തില്ല, പകരം ഗിയർ. അതിപ്പോൾ വലിയ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അത്രയും ഗിയറിൽ തന്നെ ഇറങ്ങുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇത്തിരി ബ്രേക്ക് ഫെയിലിയർ ട്രാവലറിൽ കൂടുതലായിരുന്നു. എന്നാൽ ഈ ഒരു വാഹനത്തിന് വന്നപ്പോൾ ബ്രേക്കിംഗ് അത്യാവശ്യം നല്ല എഫിഷ്യൻസിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. വേറെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ബ്രേക്ക് ഫെയിലിയറോ നമ്മുടെ പെഡൽ ജാമാവുക അങ്ങനെ ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഹൈ റേഞ്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഹൈ റേഞ്ചിൽ എനിക്ക് ആവശ്യമുള്ള സമയം എമർജൻസി ആയിട്ട് ചവിട്ടുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. കാര്യം ഞാനും ഗിയറിൽ തന്നെയാണ് വാഹനം ഇറങ്ങി വരുന്നത്. സോ ഇതാണ്. അപ്പോൾ ബ്രേക്കിംഗ് സിസ്റ്റത്തിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വാഹനത്തിൽ വന്നു. നല്ല രീതിയിലാണ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വാഹനത്തിനെ, ഇപ്പോൾ ഞാൻ ട്രാവലർ എന്തുകൊണ്ട് ഈ വാഹനത്തിന് ട്രാവലറുമായിട്ട് കമ്പയർ ചെയ്യുന്നു വെച്ചാൽ, രണ്ടും ഒരു കമ്പനിയിൽ നിന്ന് വന്ന പ്രൊഡക്ഷൻസ് തന്നെയാണ്. സോ അന്ന് ട്രാവലറായിരുന്നു, ഇന്ന് അർബാനിയ സ്റ്റാറായി തുടങ്ങി. സോ അതുകൊണ്ടാണ് ഈ ഒരു കമ്പാരിസൺ നടത്തുന്നത്. അല്ലാതെ ആ ഒരു വണ്ടിയെ കുറയ്ക്കുന്ന ഒന്നുമല്ല. അതിൽ നിന്ന് വന്നപ്പോൾ കമ്പനി എന്തുമാത്രം കാര്യങ്ങൾ ഇതിലോട്ട് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നെന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. സോ അതാണ് ടയർ സൈസിലും ഇതിൻ്റെ സസ്പെൻഷനിലും നമ്മുടെ ബ്രേക്കിങ്ങിലും. എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഇതിൻ്റെ ഡീസൽ ടാങ്ക് എവിടെയാണ്. ഇവിടെ ഒന്ന് നോക്കിയാൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡീസൽ ടാങ്ക് കാണാൻ പറ്റത്തില്ല. കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ ഈ ഫ്രണ്ട് കോ ഡ്രൈവർ സീറ്റ് തുറക്കുമ്പോഴാണ് നമ്മുടെ ഡീസൽ ടാങ്ക് ഇവിടെയാണ്. ഇത് തുറന്നിട്ടാണ് നമ്മൾ ഡീസൽ ഫില്ല് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതേപോലൊരു ടാങ്ക് നമ്മുടെ ഡ്രൈവർ സൈഡിലും ഉണ്ട്.
ആ ഡ്രൈവർ സൈഡ് ടാങ്ക് വഴിയാണ് നമുക്ക് ആഡ് ബ്ലൂ ഫില്ല് ചെയ്യേണ്ടത്. ആഡ് ബ്ലൂ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ BS6 ഡീസൽ എഞ്ചിനിൽ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് കമ്പനിക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ആഡ് ബ്ലൂ സിസ്റ്റം. അപ്പോൾ ആ കാര്യം ഇങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം ഫിനിഷിംഗ് ആണ്. വേറെ ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഡീസൽ ഒരു ടാങ്ക് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അർബാനിയുടെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻറ്റീരിയറിൽ ഈ സീറ്റ് കവറൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. ഇതല്ല ഇതിൻ്റെ ഒറിജിനൽ സീറ്റ് കവർ. ഒറിജിനൽ സീറ്റിൻ്റെ കളറ് ഞാൻ നമ്മുടെ ഇതിൽ ഇമേജ് ഇട്ടിട്ടുണ്ട്, ഫോട്ടോ ഇട്ടിട്ടുണ്ട്. സോ ഈ ഒരു സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സീറ്റ് അത്യാവശ്യം നല്ല സോഫ്റ്റാണ്, നല്ല തിന്നായിട്ടുള്ള സീറ്റ്സാണ് ഇതിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം വേണമെങ്കിലും ലോങ് സ്ട്രെച്ച് ആയിട്ട് നമുക്ക് അത്യാവശ്യം കംഫർട്ടിൽ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഇതിൽ ഇൻബിൽട്ടായിട്ട് ഈ വാഹനം വരുന്നത് പുഷ് ബാക്ക് സീറ്റ് തന്നെയാണ് വരുന്നത്. സോ അത്യാവശ്യം നമുക്ക് ഇപ്പോൾ ലോങ് ഡ്രൈവ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഷോർട്ട് ഡ്രൈവ് ആണെങ്കിൽ പോലും നമ്മുടെ കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന പേഴ്സണിൻ്റെ കൺസേൺ അനുസരിച്ച് നമുക്ക് അല്ലെങ്കിൽ അയാളുടെ കൺസിഡറേഷൻ അനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സോ ഇതാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. സോ അത് മാത്രമല്ല ഇനി ഈ വാഹനം ഇത് പൂർണ്ണമായിട്ടും ഒരു ഫിക്സഡ് ഗ്ലാസ് വാഹനമായതുകൊണ്ട് തന്നെ ഇത് ഫുള്ളി AC-യിലാണ് ഈ വാഹനം ഓടുന്നത്. സോ ഓരോ സീറ്റിൻ്റെ മുകളിലായിട്ട് ഇൻഡിവിജ്വൽ AC പോർട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ പോലും അത് അടച്ചു വയ്ക്കാവുന്നതാണ്. അത് മാത്രമല്ല അങ്ങനത്തെ ഒരു ഇൻഡിവിജ്വൽ ഇപ്പോഴത്തെ ചൂടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ സമയത്ത് പോലും ഈ വാഹനത്തിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല യാത്ര ഫീല് കിട്ടും. എത്രത്തോളം നമുക്ക് ചൂടൊന്നും ഇല്ലാത്ത രീതിയിൽ പോകാൻ പറ്റും, അത്രത്തോളം കംഫർട്ടിൽ തന്നെ ഈ വാഹനത്തിൽ പോകാൻ പറ്റും. ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വാഹനത്തിനകത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു ഫ്ലൈറ്റ് ഇരുന്നൊക്കെ യാത്ര ചെയ്യുന്ന പോലെ അത്യാവശ്യം നല്ല സ്ക്രീൻ സ്പേസിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു വിഷ്വൽ ട്രീറ്റ് കാണുന്നത് പോലെ തന്നെ നല്ല എൻജോയ് ചെയ്ത് നമുക്ക് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റും. അത്യാവശ്യം അത് നേരത്തെ പറഞ്ഞ ആ ഒരു ഫിക്സഡ് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു യാത്രയിലുള്ള ഒരു സുഖം നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അതുമാത്രമല്ല ആ ഒരു വിഷ്വലൈസേഷൻ ആയാലും ഒരു സിനിമ കാണുന്ന പോലെ, ഒരു തിയേറ്ററിൽ ഇരുന്ന് പുറത്തൊരു സിനിമ കണ്ട് പോകുന്ന പോലെ നമുക്ക് ആ ഒരു വിഷ്വലിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് അർബാനിയുടെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റായിട്ട് എനിക്ക് കൂടുതലും പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നമ്മുടെ കമ്പനിയിൽ നിന്ന് നമ്മുടെ ഈ ട്രാവൽസ് തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു ഫോൾഡബിൾ TV കൂടെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരു TVയും ഈ TVക്ക് വേണ്ടി തന്നെ അത്യാവശ്യം നല്ലൊരു സ്പീക്കർ സിസ്റ്റവും കാര്യങ്ങളും എല്ലാം ഈ വാഹനത്തിൽ കമ്പനിയുടെ ഭാഗത്ത് നമ്മുടെ ഫോഴ്സ് കമ്പനിയല്ല ഈ ട്രാവൽസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത്യാവശ്യം എല്ലാ സീറ്റും ബാക്കിലുള്ളവർക്കും ഈ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടി അത്യാവശ്യം നല്ല വലിപ്പമുള്ള TV തന്നെയാണ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അത്യാവശ്യം ആൻഡ്രോയിഡ് TV ആയതുകൊണ്ട് തന്നെ എല്ലാം കണക്ട് ചെയ്ത് അത്യാവശ്യം നല്ല റിലാക്സ് ചെയ്ത് നിങ്ങൾക്ക് എത്രത്തോളം കംഫർട്ടിൽ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുമോ അത്രത്തോളം കംഫർട്ടിൽ ഈ വാഹനത്തിൽ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ അർബാനിയുടെ ഒരു ഡ്രൈവിംഗ് ക്യാബിൻ എന്ന് പറയുന്നത്. സോ ആദ്യത്തെ അർബാനിയുടെ ഫസ്റ്റ് സീരീസിലൊക്കെ വന്നുകൊടുക്കുന്നത് 17 സീറ്റർ ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു 2 സീറ്റിൻ്റെ ഇടയിൽ ഒരു ബോക്സ് പോലത്തെ ഒരു ചെറിയൊരു കൺസ്ട്രക്ഷൻ ഉണ്ട്. ഈ കൺസ്ട്രക്ഷൻ മുൻപ് അവിടെ ആദ്യം ഒരു ഫസ്റ്റ് സീരീസ് ഇറങ്ങിയ സമയത്ത് അവിടെ സീറ്റ്സ് ആയിരുന്നു. ഇതേപോലെ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോലെ ഒരു സീറ്റ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് അവർ 17 സീറ്റ് തികയ്ക്കാൻ വേണ്ടി കൊണ്ടുവച്ച ഒരു സീറ്റായിരുന്നു. അല്ലാതെ അതൊരു കറക്റ്റ് യൂസ്ഫുൾ ആയിട്ടൊരു സീറ്റല്ലേ. നമുക്ക് ഡ്രൈവിങ്ങിനായാലും ഒരു പാസഞ്ചർ ഇരിക്കുന്ന സമയത്തായാലും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്ന ഒരു സീറ്റായിരുന്നു ആ ഒരു സീറ്റ്. പക്ഷേ ഇപ്പോൾ വരുന്ന അർബാനിയിലെല്ലാം ആ ഒരു സീറ്റ് ഒഴിവാക്കി പകരം 16+ ഡ്രൈവർ എന്ന കൺസെപ്റ്റിൽ തന്നെയാണ് ഇപ്പോഴത്തെ അർബാനിയിൽ വരുന്നത്. സോ അതുമാത്രമല്ല നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു ഡാഷ്ബോർഡ് ആയാലും അത്യാവശ്യം നല്ലൊരു ഇതിൽ AC-യുടെ കാര്യം നേരത്തെ പറഞ്ഞാൽ പാസഞ്ചറിന് ഇൻഡിവിജ്വൽ AC കിട്ടുന്നവർ തന്നെ ഇതിലൊരു ഡാഷ്ബോർഡ് AC കൂടെ ഉണ്ട്. സോ ഡ്രൈവറിനായാലും കോ ഡ്രൈവറിനായാലും അത്യാവശ്യം അവരുടെ ഇഷ്ടത്തിന് AC ഒക്കെ വെച്ച് പോകാൻ പറ്റും. പിന്നെ ഇതിൻ്റെ AC ഡബിൾ കൺട്രോളാണ് വരുന്നത്. ഇവിടെ ആയിട്ട് നമ്മുടെ ഫ്രണ്ട് ഡാഷ് AC-യും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നേരെ മുകളിലായിട്ട് റിയർ AC നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഡ്രൈവർ ക്യാബിൻ, ആ ഒരു ഡ്രൈവിംഗ് കോക്പിറ്റ് എന്ന് പറയുന്നത്. സോ ഡ്രൈവിംഗ് കോക്പിറ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ വാഹനത്തിൽ ഇരുന്ന് തന്നെ പറയാം. അപ്പോൾ അർബാനിയിലേക്ക് ആദ്യം വന്നപ്പോൾ ഞാൻ ആദ്യമായി ശ്രദ്ധിച്ച ഒരു പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗിയർ പൊസിഷൻ്റെ നമ്മുടെ ഈ ഗിയർ ലിവറിൻ്റെ ഒരു പൊസിഷൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഡാഷ്ബോർഡിൽ ഗിയർ ലിവർ വെച്ചാൽ നമ്മളത് കണ്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ടാറ്റയുടെ ഐറിസ് എന്ന് പറയുന്ന ഒരു വാഹനമുണ്ട്, നമ്മുടെ ചെറിയൊരു മിനി വാഹനം. അപ്പോൾ അതിൽ ഇതേപോലെ ഡാഷ്ബോർഡിൽ അത് ഇങ്ങനെയൊക്കെയായിരുന്നു. അതുപോലെ നമ്മുടെ പഴയ അംബാസഡറിലൊക്കെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഇപ്പോൾ ഈ വൈപ്പറിൻ്റെയൊക്കെ പൊസിഷൻ്റെ സൈഡിലായിരുന്നു അന്നത്തെ കാലത്ത് ഗിയറിൻ്റെ പൊസിഷൻ വന്നത്.
സോ അതുപോലെ ഈ ഒരു ഡാഷ്ബോർഡിലോട്ട് ഗിയർ ലിവർ വന്നപ്പോൾ എത്രത്തോളം അത് നമുക്ക് ഡ്രൈവിങ്ങിന് കറക്റ്റ് ആണോ, അത് ആപ്റ്റ് ആണോ എന്ന് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ അത് ഏറ്റവും ഈസിയാണ് നമുക്ക് ഡ്രൈവിംഗ് കൺട്രോൾ ചെയ്യാൻ. എന്ന് പറയുമ്പോൾ നമ്മളിതാ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പോലും എന്താ ഈ ഇരുന്നതിന് ശേഷം എന്താ ഈ ഒരു മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ പിടിക്കാതാ അത്രേ ഉള്ളൂ. സോ അത്രത്തോളം നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് പൊസിഷൻ തന്നെയാണ്. നമുക്ക് ഡ്രൈവറിന് അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട് കേട്ടോ, നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കാൻ നല്ല കംഫർട്ട്. പക്ഷേ സീറ്റിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്നു സീറ്റ് ഡ്രൈവർ സീറ്റിൻ്റെ നമ്മുടെ പാസഞ്ചർ സീറ്റ് പോലെയല്ല, ഒരല്പം സ്റ്റിഫാണ്. സോ ഇത്തിരി കനം കൂടുതലാണ്. സോ ഏകദേശം ഒരു 10-70 കിലോമീറ്റർ കഴിയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ബാക്ക് പെയിന് വരാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, പക്ഷേ ബാക്കി നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ ആണ്. ഇവിടെ അകത്തിരുന്ന് നമുക്ക് റോഡ് നല്ല വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ മെയിൻ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ബോണറ്റ്, നമുക്ക് ട്രാവലറിലൊക്കെ ബോണറ്റ് കണ്ട് ഓടിക്കാൻ പറ്റും. നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഏരിയ നമുക്ക് കാണാൻ പറ്റും. ഈ വാഹനത്തിൽ ബോണറ്റ് കണ്ട് ഓടിക്കാൻ ഇത്തിരി പ്രയാസമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി നമ്മൾ ബോണറ്റ് കണ്ടാലും ശരി അപ്പോഴും ആലോചിക്കണം, ബമ്പർ ഒരു 1/2 ഇഞ്ചോളം ഇറങ്ങി നിൽക്കുകയാണ്. സോ അത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഓൾമോസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഇങ്ങനൊരു പ്രീമിയം വാഹനത്തിൽ ഒരു ക്രിസ്റ്റ, ഒരു ഇന്നോവ, ആ ഒരു കാറ്റഗറിയുള്ള ഒരു ഡ്രൈവിംഗ് ഒരു ഫ്രീക്വൻസി, ഒരു സിസ്റ്റം തന്നെയാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. കാര്യം ഇവിടെ ഇരുന്ന് നമുക്ക് നമ്മുടെ AC കൺട്രോൾ ചെയ്യാം, അതിൻ്റെ ഉള്ള സ്വിച്ചും കാര്യങ്ങളും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റും AC-യുടെ പൊസിഷൻ വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് തന്നെ നമുക്കിതാ ഇവിടെ റിയർ AC-യും കൺട്രോൾ ചെയ്യാം. സോ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ സ്റ്റിയറിംഗ് വീലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ട്രാവലറിലും ഒരു 4 സ്പോക്ക് തന്നെയാണ്, പക്ഷേ ആ ഡിസൈനിലല്ല ഇതിൽ വന്നത്. ഇത് വരുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഫോഴ്സ് ഗൂർഖയിലൊക്കെ വരുന്ന പോലത്തെ ഒരു ടൈപ്പ്, ആ നടുക്കായിട്ട് ഫോഴ്സിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ തന്നെയാണ് ഹോൺ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മുടെ ഇൻഡിക്കേറ്ററും ഹെഡ് ലാമ്പും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാണ്ട്, അതിൻ്റെ കൺട്രോൾ സ്വിച്ച്, ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ വൈപ്പർ സെറ്റിൻ്റെ സ്വിച്ച്. അതുപോലെ തന്നെ മീറ്ററിലേക്ക് വരുമ്പോൾ, മീറ്ററിലാണ് എനിക്ക് എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ മീറ്ററിൽ റൈറ്റ് സൈഡിലായിട്ട് മീറ്ററിൽ സ്പീഡോമീറ്റർ ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ RPM മീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ നടുക്കുള്ള സ്ക്രീനിലായിട്ട് ഒരു ചെറിയ സ്ക്രീനിൽ തന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, വെഹിക്കിളിൻ്റെ ടൈം, അതുപോലെ തന്നെ ആവറേജ് ഫ്യൂൽ എക്കണോമി, പിന്നെ അതുപോലെ അത് എത്ര കിലോമീറ്റർ ഓഡോമീറ്റർ ഉണ്ട്. പിന്നെ തൊട്ട് മുകളിലായിട്ട് തന്നെ മൊത്തം കുറേ വാരി വലിച്ച് കുറേ സെൻസർ, ഈ വാഹനങ്ങൾക്ക് സെൻസറായിട്ട് തന്നെ അത്യാവശ്യം EDC, EBS, ABS എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് സെൻസറിൻ്റെ വാർണിംഗ് ലാംപ്സും കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള, എന്നാൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ആയിട്ടുള്ള, നമുക്ക് അറിയേണ്ട അത്യാവശ്യം പ്രൈമറി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളടങ്ങുന്ന ഒരു എന്താ പറയുക, ഒരു സ്പീഡോമീറ്റർ, അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഇൻഫർമേഷൻ ആയിട്ടുള്ള ഡ്രൈവറിൻ്റെ സ്പീഡോമീറ്റർ ഈ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ഇൻഫർമേഷനും അതിൽ നമുക്കറിയാൻ പറ്റുന്നു. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞത്, ഇതിൽ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടൊരു ഇൻഫോർടൈൻമെൻറ്റ് ഉണ്ട്. അത് എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം അത് വലിയൊരു എന്താ പറയുക, അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഇഡിയോ മറ്റേ DTS ഒരു മിക്സിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നതല്ല. അത്യാവശ്യം നോർമലായിട്ടുള്ളൊരു മ്യൂസിക്കാണ്. പിന്നെ അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ കൂടുതലും ഇത്തിരി പ്രീമിയം ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നല്ല യാത്രയൊക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ പറ്റുന്നവരായിരിക്കും കൂടുതൽ കയറുന്നത്. സോ റിലാക്സ് ഒക്കെ ചെയ്ത് അവർക്ക് ഈ ഒരു മ്യൂസിക് ധാരാളമായിരിക്കും. ഇപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് പോലും നമുക്ക് ഇങ്ങനത്തെ ചെറിയ മ്യൂസിക് മതിയെങ്കിൽ അതിനുള്ള, എന്നാൽ ഒട്ടും കൊള്ളത്തില്ല എന്നല്ല പറയുന്നത്, അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സ് തന്നെയാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അത്രയും ഒരു DJ വല്ലതും ഇട്ട് അത്രയും കെൽപ്പ് തരാനുള്ള ഒരു സിസ്റ്റം അല്ല ഇരിക്കുന്നത്. പിന്നെ ഇതിൽ വച്ചിരിക്കുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കെൻവുഡിൻ്റെയാണ്. പിന്നെ സ്പീക്കേഴ്സ് എല്ലാം അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സാണ്. ഡോറിലും എല്ലാം സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഡോറിൽ തന്നെ ഇതിൽ നമുക്ക് പവർ വിൻഡോസാണ്, 2 സൈഡ്, നേരത്തെ പറഞ്ഞ 2 സൈഡ് പവർ വിൻഡോ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ തന്നെ നമുക്ക് സെൻട്രൽ ലോക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ടെമ്പോ ട്രാവലറിലേക്ക് വന്നപ്പോൾ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിൽ നിന്നായിരിക്കും ബാറ്ററി കട്ട് ഓഫ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ വാഹനത്തിൽ പാസഞ്ചർ കയറുന്ന ഫുഡ് സ്റ്റെപ്പിൻ്റെ അടിയിലാണ്. എന്തുകൊണ്ടാണ് ആ മാറ്റം എന്നറിയത്തില്ല, അതിലാണ് അവിടെ കൺട്രോൾ വെച്ചിരിക്കുന്നത്. സോ ഇതിൽ വന്നപ്പോഴേക്കും ഡാഷ്ബോർഡിൻ്റെ അടുത്ത് ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസ് വെക്കുക, ഒരു പ്രസ്സിൽ തന്നെ നമുക്ക് ബാറ്ററി കട്ട് ഓഫ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരൊറ്റ പ്രസ്സിൽ തന്നെ നമുക്ക് ബാറ്ററി ഓൺ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അത്യാവശ്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവറിന് എത്രത്തോളം കംഫേർട്ട് തരാൻ പറ്റുമോ അത്രത്തോളം കംഫേർട്ട് കാഴ്ചയിൽ ഈ വാഹനം തരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ഓടിച്ചുകൊണ്ട് സംസാരിക്കുക.